ആഹാ മമ്മി ഇന്ന് കൊഞ്ചാണ് ഉണ്ടാക്കുന്നേ. ഇന്ന് കൊഞ്ചുവാടാ. ഇന്ന് കൊഞ്ചുവാ കണ്ടോ. കൊഞ്ചിന്റെ കൂടെ പക്ഷെ നമ്മുടെ ഒരു സാധനം ഉണ്ട്. മുരിങ്ങയ്ക്ക കൊഞ്ചോ? മുരിങ്ങയ്ക്കായും കൊഞ്ചും പിന്നെ മാങ്ങ. മാങ്ങ കിട്ടിയോ? മാങ്ങ ഇന്നലെ പപ്പ മമ്മിയുടെ പോയപ്പോ ഒരു മാങ്ങ കിട്ടി. 25 രൂപയായിരുന്നു ഇതിന് കേട്ടോ. മാങ്ങയുടെ സീസൺ അല്ലാത്തോണ്ടേ, പക്ഷെ നല്ല പുളിയുള്ള മാങ്ങയാണേ. അപ്പൊ അതിന്റെ പകുതി മമ്മി എടുത്തിട്ടുണ്ട്. മമ്മി കാണിക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നേന്നേ. എന്തൊക്കെയാ? ഇതാണെങ്കിൽ ഞാൻ കൊഞ്ചും മുരിങ്ങയ്ക്കയും കൂടെ വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാ. ആ സമയം കൊണ്ട് ഞാൻ തേങ്ങയെല്ലാം തിരുമി ബാക്കി സെറ്റ് ചെയ്ത് കേട്ടോ. തേങ്ങയും തിരുമി ഒരു അരമുറി മാങ്ങായും പിന്നെ നമ്മുടെ കൊച്ചുള്ളി ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതാണേൽ 1 കിലോ കൊഞ്ചാ കേട്ടോ. 1 കിലോ കൊഞ്ചും ഒരു 2 മുരിങ്ങയ്ക്കായും ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്നതാ. ഇതിനകത്താണെങ്കിൽ മമ്മി ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് വേവുന്ന സമയം കൊണ്ട് മമ്മി എന്താണെന്നറിയാമോ, അരമുറി തേങ്ങ തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാങ്ങ അരമുറി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് വെച്ചു. ഒരു 4-5 കൊച്ചുള്ളി എടുത്തു. പിന്നെ 1 സ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതിനകത്താണെങ്കിൽ നമുക്കിനി 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം. ഇനി നമുക്ക് പച്ചമുളക് കീറി ഇടണം നല്ല എരിക്ക് വേണ്ടി. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മീൻ ചട്ടി അടുപ്പത്ത് വെച്ച് കേട്ടോ. ഇത് നമ്മൾ കണ്ട് അരച്ചു വെച്ചില്ലായിരുന്നോ? നന്നായിട്ട് അരയണേ. ആ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളം ആയി പോകരുത് കേട്ടോ. ഇതിനകത്ത് പിന്നെ ഇച്ചിരി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടൊന്ന് നോക്കണം ഉപ്പൊക്കെ ഉണ്ടോന്ന്. ഇനി ഇതിനകത്ത് പുളിയൊന്നും ഇടണ്ട. മാങ്ങ ഇട്ടുകൊണ്ട് നല്ല പുളിയുണ്ട്. അത് തിളച്ച് വരുന്നുണ്ടേ. അപ്പൊ നമുക്ക് നമ്മുടെ കൊഞ്ചിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൊഞ്ചൂനെ നമ്മുടെ അവിടെയൊക്കെ കൊഞ്ചെന്നൊക്കെ പറയുന്നത് കേട്ടോ. എല്ലാരും ചെമ്മീനെന്നൊക്കെയാ പറയുന്നത് കേട്ടോ. അപ്പൊ കൊഞ്ചും മുരിങ്ങയ്ക്കായും കൂടി ഇല്ലായിരുന്നോ, നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മുടെ പച്ചമുളക്, ഞാൻ പറഞ്ഞില്ലായിരുന്നു പച്ചമുളക് ഇടണമെന്ന്. നല്ല എരിക്ക് പച്ചമുളക് വേണമല്ലോ. അപ്പൊ പച്ചമുളകും അങ്ങോട്ട് ഇട്ട്, അത് കഴിഞ്ഞിട്ട് ഈ പച്ചമാങ്ങായേ കുറച്ചിങ്ങനെ കടിക്കാൻ കിടക്കട്ടെ. ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഒന്ന് ഈ നമ്മുടെ കൊഞ്ചയിലും മുരിങ്ങക്കയിലും ഒക്കെ ആ പുളിയൊക്കെ ഒന്ന് മാങ്ങയുടെ ഒക്കെ ഒന്ന് പിടിച്ച് എരിയൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ഒരു ടൈം കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇച്ചിരി കടുക് വറക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അപ്പൂസേ ഇത് കണ്ടോ, നമ്മുടെ മീൻകറി ഇങ്ങനെ സെറ്റായിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കടുക് വറക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാലും മതി, പക്ഷെ ഇന്ന് ഞാൻ കടുക് വറുത്തുണ്ടാക്കുവാണേ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ. മമ്മി ഇച്ചിരി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുകൊക്കെ ടപ്പേ പൊട്ടി. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാമേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് കടുക് വറുത്തതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഈ ഒരു കറി മതി ഒരു പാത്രം ചോറുണ്ണാന്. അപ്പൊ നമുക്കൊന്ന് കുത്തിരി ചോറിനകത്തിട്ട് ഇളക്കി ഒന്ന് കഴിക്കണം കേട്ടോ. എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ, സീ യു.